അടിപൊളിയാക്കാൻ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു കിടിലൻ ടീമാണ്. കിടിലം മഴവിൽ മനോരമയിലെ കിടിലം റിയാലിറ്റി ഷോയിൽ വന്ന് കിടിലം അടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ചെമ്പട. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ മിടുക്കി കുട്ടികളെ മീഡിയ വില്ലേജ് ടെലിവിഷനിലേക്ക്. വെൽക്കം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു എനർജിയൊക്കെ നമ്മൾ ഈ ഒരു ഡാൻസിലൂടെ കണ്ടു, അടിപൊളിയാണ്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം. നിധി മധു പഠിക്കുന്ന 10th. ദർശന ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നു. ബോബി കോമൻ. പാർവതി എസ്, ഞാൻ ലാബ് നേഴ്സ് പഠിക്കുന്നു. വൈഷ്ണവി രാജു ആയുർവേദ നേഴ്സ്. ഗീതു IFBയുടെ പ്രൈവറ്റ് കമ്പനിയിലെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ശ്രുതി അനിൽ 10th പഠിക്കുന്നു. നിഷ അനീഷ് കുടുംബശ്രീ മിഷനിൽ ജോലി ചെയ്യുന്നു. അപർണ MR 10 പഠിക്കുന്നു. ഞാൻ ശ്രുതികുട്ടി മീനു, ഞാൻ 9th പഠിക്കണം. വിദ്യാരാജ് +1 പഠിക്കുന്നു. ഗൗരി വിമൽ കുടുംബശ്രീ മിഷൻ്റെ സ്റ്റാഫാണ്. എന്താണെങ്കിലും ഇവരുടെ എനർജി പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ എനർജി സൂപ്പറാണ്. അതിന് തന്നെ ആദ്യം ഒരു കയ്യടി. അപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചെമ്പട എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഒരു ഫോർമേഷൻ, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു? നമ്മളൊരു വായനശാലയുടെ കീഴിലായിട്ടാണ് ഇത് ആദ്യം നമ്മൾ തുടങ്ങിയത്. നമ്മളിപ്പം നമ്മുടെ മെയിൻ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ്. ബാക്കി രഞ്ജിത്തും നിശ്ചയിച്ചാണ് നമുക്ക് കൂടുതലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കീഴിലായിട്ടാണ് ഞങ്ങൾ ചെമ്പട കലാസമിതി എന്നുള്ള ഗ്രൂപ്പ് ഫോം ചെയ്തത്. അപ്പോൾ കൂടുതലായിട്ടും ചേച്ചിയാണ്, നമ്മളെക്കാളും ഒക്കെ മുമ്പേ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള ചേച്ചിയാണ്. ഈ രഞ്ജിത്തും ചേച്ചിയാണ് നമുക്ക് നമ്മുടെ ആ ഒരു വാർഡിൽ നല്ല പ്രവർത്തനങ്ങളായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ മുന്നോട്ട് കൂടുതൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നനുസരിച്ചാണ് നമ്മുടെ പിള്ളേരിലായാലും കുറച്ച് ഏണിങ്സ് അവർക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ വെച്ചാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. ഞങ്ങളിതിപ്പോൾ നേരത്തെ തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു 8 പേര് ഫോം ചെയ്തൊരു ഗ്രൂപ്പായിരുന്നു. അതിനകത്ത് നമ്മൾ ഒത്തിരി പ്രായമുള്ള ടീച്ചർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി മാറി ഞങ്ങൾ ആദ്യം പൊക്കോണ്ടിരുന്നത് നമുക്കൊന്നും ഒന്നും ഏണിങ്സ് ഒന്നും കിട്ടാത്ത രീതിയിലാണ് ഞങ്ങൾ പ്രോഗ്രാംസ് പൊക്കോണ്ടിരുന്നത്. പിന്നീടാണ് നമ്മളുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങൾ കുറേ കൂടി എഫേർട്ട് എടുത്തു. അതിനെല്ലാം ഞങ്ങൾക്ക് എഫേർട്ട് എന്ന് പറയാനായിട്ട് നമ്മുടെ രഞ്ജിത്താണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പുള്ളി ഇപ്പോൾ ഇവിടെ എല്ലാവരും എല്ലാ കാര്യത്തിനും ഇപ്പോൾ രഞ്ജിത്ത് എൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടതിനും. പിന്നെ കൂടുതലും ചേച്ചിക്കാണ് വായനശാലയുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാവുന്നത്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ചെമ്പട കലാസമിതി വരുന്നത്. അപ്പോൾ വായനശാലയും അവിടുത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഇത്രയും ആളുകളെ കൂട്ടുക? ഇപ്പോൾ 12 പേരോളം ഉണ്ട് നിങ്ങളുടെ ടീമിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനുകൾ, ഇപ്പം ഇവർ കളിച്ച കളി കണ്ടാൽ നമുക്കറിയാം അതുപോലെ എനർജിയും അതുപോലെ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കളി തന്നെയാണ്. ഇപ്പം കൈകൊട്ടി കളിയാണെങ്കിലും കോൽ ഉപയോഗിച്ചുള്ള കളിയാണെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഫോം തന്നെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്? ഞങ്ങൾ വായനശാലയുടെ ഉപസമിതിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് 3 വർഷത്തോളമായി നമ്മളിപ്പം വായനശാല പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. അതിൻ്റെ ഉപസമിതി, വയോജന ഉപസമിതി, ബാലസമിതി, പിന്നെ കുട്ടികളുടെ അങ്ങനെ യുവ സംരംഭക അങ്ങനെയുള്ള കുറേ ഉപസമിതികൾ അപ്പം നമുക്ക് കലകൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപസമിതി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വായനശാലയുടെ കീഴിലാണ് ചെമ്പട കലാസമിതി എന്ന് പേരിട്ടിട്ട് ഒരു കലാസമിതി രൂപം കൊടുത്തത്. അപ്പം ഞങ്ങൾക്ക് പിന്നെ തിരുവാതിരയുണ്ട്, കൈകൊട്ടിക്കളി, വലിയ കമ്പ്. ഈ പറയുന്ന ഗീതുവിൻ്റെ അച്ഛനാണ് ഞങ്ങളെ പിന്നെ ഈ വലിയ കമ്പ് പഠിപ്പിച്ച് ആ ശിക്ഷണത്തിൽ ഞങ്ങൾ വലിയ കമ്പ് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സ്കൂൾ വിട്ട് വരുന്ന സമയവും പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയവും ഇപ്പം വീട്ടിലെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമുക്ക് ഒരു 5 മണി മുതൽ 6 മണി വരെ, ഞങ്ങൾ പെൺകുട്ടികളായത് കാരണം അധികം രാത്രിയിലൊന്നും നമുക്ക് നിൽക്കാൻ പാടില്ലല്ലോ. അത് കാരണം നമ്മൾ ആ ഒരു 5 മുതൽ 6 മണി വരെയുള്ള പ്രാക്ടീസ് ഏതൊരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു സമിതി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചെമ്പട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷമായി. 3 വർഷമായി. 3 വർഷമായിട്ട് ഇതിൽ പാർട്ടാണ്. അതെ, തുടക്കം തൊട്ടേ ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോൽക്കളി അല്ലെങ്കിൽ ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള ആർട്ട് ഫോമിനേക്കാളൊക്കെ വ്യത്യസ്തമാണ്. കുറേയും കൂടി എനർജി വേണം, അതുപോലെ തന്നെ ആ ഒരു താളമൊക്കെ കുറേയും കൂടി കറക്റ്റായിട്ട് വരണം. നിങ്ങളുടെ ഈ പ്രാക്ടീസും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കല പഠിച്ചെടുത്തത്? കമ്പ് ഞങ്ങൾ പഠിച്ചെടുത്തത് എൻ്റെ അച്ഛൻ ഇങ്ങനെ കളരിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഓർത്തു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. കാരണം ഈ കൈകൊട്ടിക്കളി ഇപ്പം എല്ലായിടത്തും ഉണ്ട്, ഞങ്ങളുടെ അവിടെ തന്നെ ഉണ്ട് ഒരു ടീമുണ്ട് കൈകൊട്ടിക്കളി. അപ്പോൾ ഞങ്ങളായിട്ട് കണ്ടെത്തിയതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. അങ്ങനെ ഞങ്ങൾ കമ്പിറക്കി. ഞങ്ങൾക്ക് അതിൽ കൂടെ ഇഷ്ടംപോലെ പ്രോഗ്രാം. ഞങ്ങളിപ്പം ഇത് കൂടുതലും കമ്പിനാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം വരുന്നത്. ഭയങ്കര എഫക്റ്റാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉന്നം മാറിക്കഴിഞ്ഞാൽ ആ കമ്പ് നമുക്കിട്ടായിരിക്കും അടി കിട്ടുന്നത്. ഇത് നല്ല പ്രാക്ടീസ് കൊണ്ട് മാത്രമേ കമ്പ് കളിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഒരു പെൺകരുത്തുകൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ടീമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പല ഏജ് കാറ്റഗറിയിൽപ്പെട്ടവരുണ്ടെന്നുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്. അപ്പം സ്കൂളിൽ പോകുന്ന കുറച്ച് കുട്ടികൾ നമ്മളൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെ? ഇപ്പോൾ പലരും 10ാം ക്ലാസ്സിലൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ പ്രാക്ടീസിനും ഇങ്ങനത്തെ കലാപരമായ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടാണോ? അതെ, സപ്പോർട്ടാണ്. ഇപ്പോൾ പ്രാക്ടീസിന് പോകണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോസിനൊക്കെ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും പൊയ്ക്കോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണോ വീട്ടിൽ നിന്ന്? പൊയ്ക്കോന്നല്ല, കൂടെ പോരും. കൂടെ പോരും, അത്രയും സപ്പോർട്ടാണ്.
മോളുടെ വീട്ടിലോ എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്? ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും. അമ്മയും വരായിരുന്നാണ്, പക്ഷെ വന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസിനൊക്കെ വേണ്ടി കുറേ സമയം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിനുള്ള സമയമൊക്കെ പഠിത്തത്തെ ബാധിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉറപ്പിച്ച് പറ, ഉണ്ടോ ഇല്ല? മിസ്മാരൊക്കെ കാണും. ഇല്ല. ബാധിക്കാറില്ല, പഠിത്തമൊക്കെ സൂപ്പറായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവരെന്താണെങ്കിലും ഭയങ്കര എനർജിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഷോസ് ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനത്തെ ഷോസാണ് കൂടുതലായിട്ട് കിട്ടാറുള്ളത്? അമ്പല പ്രോഗ്രാമാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. അമ്പല ഉത്സവ സീസണിലാണ് ഞങ്ങൾക്ക് കൂടുതലും ചെയ്യുന്നത്. പാർട്ടി പരമായിട്ടുള്ള പരിപാടികളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ കോൽക്കളി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എനർജി ആവശ്യമുള്ള ഒരു കളി കളിച്ച് ഇന്ന് ഇഷ്ടം പോലെ എന്താ പറയുന്നത് പ്രോഗ്രാമൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവർ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് കേട്ടോ. പല പ്രായത്തിലുള്ളവർ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ആ സമയം പോലും മാറ്റിവെച്ച് വീട്ടുകാരെ അവർ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ചെമ്പട ടീമിന് അടിപൊളിയാണ്. നിങ്ങൾക്ക് MVTVയുടെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മൾ ആദ്യം മുതലേ എല്ലാ പ്രോഗ്രാംസും ഉള്ളതാണ്. ഗീതുവിൻ്റെ ചേച്ചി നീതു എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നമ്മുടെ ഈ സമിതി തുടങ്ങിയപ്പോൾ മുതലേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. അപ്പം ഇന്ന് വരാത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഞങ്ങൾ ഇതിനകത്തൂടെ എല്ലാവരും പറയുന്നതാണ്. അത് നമുക്കൊന്ന് തോന്നി, നമുക്ക് ഗീതുവിൻ്റെ ചേച്ചിയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് വേദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ, ഒരുപാട് ആളുകൾ നിങ്ങളെ അറിയട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MVTVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടൊരു ഹാപ്പി ഓണം പറയാം അല്ലേ? അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അത്രയൊന്നും താളബോധം എനിക്കില്ല, എങ്കിലും നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് MVTVയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.